എന്തു മാനദണ്ഡ പ്രകാരമാണ്, ഏത് ആധികാരികമായ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ആ സർവേയുടെ റിപ്പോർട്ടും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ കില സമർപ്പിച്ച റിപ്പോർട്ടും അടക്കം പുറത്തുവിടുമോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തിനും അതിദാരിദ്ര്യത്തിനും ഒരു കൃത്യമായ വേർതിരിവ് ചില മാനദണ്ഡങ്ങൾ പ്രകാരം സർക്കാരിനും മുന്നിലുണ്ടാകുമല്ലോ. അതെന്താണ് എന്ന് വ്യക്തമാക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളെ രാഷ്ട്രീയമായിട്ടാണ് മറുപടി കൊണ്ട് എന്നതിനപ്പുറത്ത് രാഷ്ട്രീയമായിട്ടാണ് പലപ്പോഴും നേരിട്ട് കണ്ടത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി തന്നെ പറയുകയാണ്, അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം ഉണ്ടായാൽ സ്വാഭാവികമായും ഈ അന്ത്യോദയ അന്ന യോജന അടക്കമുള്ള പദ്ധതികളുടെ കീഴിൽ കേരളത്തിൽ സൗജന്യ അരി അടക്കം നേടുന്ന ആളുകൾക്ക് ആ സൗജന്യം അല്ലെങ്കിൽ ആ ഒരു അവകാശം, സൗജന്യം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അത് നിഷേധിക്കപ്പെടും എന്നുള്ളതാണ് ആരോപണമായി ഉന്നയിക്കപ്പെടുന്നത്. ആ ചോദ്യം കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്. അത് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ പിന്നെ ഞങ്ങൾ എന്തിനു തരുമെന്നുള്ളത് നേരത്തെ ജോർജ് കുര്യന്റെ ഒക്കെ വിമർശനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ ചോദ്യം കൂടി നമ്മൾ നേരിടേണ്ടി വരും. അതെ അതെ, ഞാൻ നിർബന്ധമായും കോൺഗ്രസ് പ്രതിനിധിയുടെയും BJP പ്രതിനിധിയുടെ ചർച്ചയുടെ വിമർശനങ്ങളുടെ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് വരാം. കാരണം അത് ഇതിന്റെ ഒരു മാനകത്തെ സംബന്ധിച്ചും കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിദാരിദ്ര്യത്തിന്റെ ഏറ്റവും ഭീതിജനകമായ അന്തരീക്ഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും കെടുതികൾ നടന്ന സംസ്ഥാനം എന്ന നിലയിൽ BJP പ്രതിനിധിയൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ച കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, അതിന്റെ പരിശോധനകൾ, മാനകങ്ങൾ, കണക്കുകൾ, അതിലേക്ക് വരാം. അതാണല്ലോ ഈ വിമർശനങ്ങളുടെയും ചർച്ചയുടെയും ഒരു ക്രക്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഏറ്റവും ഒടുവിൽ അങ്ങയുടെ ചോദ്യത്തിന്റെ ഭാഗമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ പോയാൽ നമ്മുടെ AAY കാർഡുകൾ, അതായത് അന്ത്യോദയ അന്ന യോജന പദ്ധതി പ്രകാരം നമുക്ക് ലഭിക്കുന്ന 4 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യവിതരണം, അത് യൂണിയൻ ഗവൺമെന്റ് ഈ അതിദാരിദ്ര്യത്തെ റദ്ദു ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആ പ്രഖ്യാപനത്തോടുകൂടെ ഇനി നാളെ ആ അരിയും പഞ്ചസാരയും കിട്ടാതെ വരുമ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ നേർക്ക് മെക്കിട്ട് കയറാൻ വരല്ല്. ആ ചോദ്യത്തിനുള്ള മറുപടി അങ്ങ് സത്യസന്ധമായും അങ്ങ് നമ്മുടെ കേന്ദ്രമന്ത്രിയുടെ കൂടെ എന്താ കാവിപ്പണം അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? ഇവരൊക്കെ കരുതുന്നത് എന്താണ്? യൂണിയൻ ഗവൺമെന്റിന്റെ കാശ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ RSSന്റെ സർസംഘചാലകന്റെ തറവാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുതുമുത്തശ്ശന്മാർ മുത്തശ്ശിമാർ കണ്ടെത്തി കൊടുത്ത കാശാണോ? അല്ലല്ലോ. ഞാനും ആങ്കറും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ വിയർപ്പുപ്പ് കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം, പാല് വാങ്ങാൻ, മുട്ട വാങ്ങാൻ, പച്ചക്കറി വാങ്ങാൻ, മാംസം വാങ്ങാൻ കൊടുക്കുന്ന പണത്തിന്റെ കേരളത്തിൽ നിന്ന് അതിന്റെ ഏറ്റവും വലിയ വിഹിതം നമ്മൾ നികുതിയായി കൊടുക്കുന്നത് ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റിനാണ്. അതിൽ നിന്ന് കേരളത്തിന് അവകാശമുള്ള പണം തരില്ല എന്ന് പറയാൻ ഏത് BJP-കാരന് എന്ത് അവകാശം? അതല്ല നമ്മൾ ചോദിക്കേണ്ടത്. ഭീഷണിയോ? അങ്ങ് മനസ്സിലാക്കേണ്ടത് എന്താണ്? ചിരിച്ചോണ്ടുള്ള ഒരു ഭീഷണി അല്ലെ? ഇങ്ങനെ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ നടപ്പിലാക്കിയാൽ AAY പദ്ധതി പ്രകാരമുള്ള റേഷൻ കിട്ടാതെ വന്ന ഞങ്ങളെ ചീത്ത വിളിക്കില്ല. BJP പ്രതിനിധി മനസ്സിലാക്കേണ്ടത് ചിരിച്ചുകൊണ്ടുള്ള ഭീഷണിയല്ല, RSSന്റെ നല്ല ദംഷ്ടം നിറഞ്ഞു നിൽക്കുന്ന ഭീഷണി കണ്ടിട്ട് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് മാത്രമല്ല മതനിരപേക്ഷവാദികളായിട്ടുള്ള മലയാളികൾക്ക്. അതുകൊണ്ട് ദംഷ്ട നിറഞ്ഞ ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങിയിട്ടില്ലാത്ത മലയാളിയോട് ചിരിച്ചുകൊണ്ടുള്ള ഭീഷണി പറഞ്ഞാൽ അതൊന്നും ഇങ്ങനെ പറഞ്ഞ് അങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ, മറുപടി അറിയിക്കുന്നതല്ല. പിന്നെ ഈ ചോദ്യത്തിന്റെ ക്രക്സിലേക്ക് നമുക്ക് വരാം. ഈ പദ്ധതി എങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു? എന്തായിരുന്നു ഇതിന്റെ മാനദണ്ഡം? മുമ്പ് ഇവിടെ കോൺഗ്രസ് BJP പ്രതിനിധികൾ ചർച്ച ചെയ്തതുപോലെ ഈ AAY കാർഡുകൾ അതിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണം ഈ 4 ലക്ഷത്തിന് മേലെയില്ലേ? ലൈഫ് മിഷനിൽ 5 ലക്ഷത്തോളം വരുന്ന ആളുകൾ ബെനിഫിഷ്യറിയായി ആഡ് ചെയ്യപ്പെട്ടിട്ട് അതിൽ ഏതാണ്ട് 4,80,000 മുകളിൽ മാത്രമല്ല വീട് നിർമ്മിച്ചു കൊടുത്തത്. എന്തായാലും ഒരു കാര്യം സന്തോഷമാണല്ലോ, കഴിഞ്ഞ ഈ ഗവൺമെന്റുകളുടെ കാലയളവിൽ 4.25 ലക്ഷത്തിലധികം വരുന്ന ഭവനരഹിതരായ മലയാളികൾ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറി എന്ന യാഥാർത്ഥ്യത്തെ കോൺഗ്രസ് പ്രതിനിധി വൈകിയെങ്കിലും ഉൾക്കൊണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താണ്? 2021 അങ്ങേയേക്കാൾ വലിയ നേതാവായിട്ടുള്ള അന്നത്തെ UDFന്റെ കൺവീനർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ആർദ്രം ഇല്ലാതാക്കും, K-ഫോൺ തട്ടിമറിക്കും, ഇതൊക്കെ പറഞ്ഞിട്ടാണ്. അതിരിക്കട്ടെ, ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പോ ഇനി പ്രശ്നം എന്താണ്? ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ മാത്രമുള്ള പദ്ധതിയായിരുന്നോ എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ? അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു വാദത്തിന് മുഖവിലക്കെടുത്താൽ ഏതെങ്കിലും ഒരു വീടിന്റെ ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക് കൂര അല്ലെങ്കിൽ അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം മാത്രം പരിഹരിക്കുന്നതായിരുന്നോ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ഇന്ത്യയിലെ ചരിത്രപ്രധാനമായ ഈ പദ്ധതിയുടെ പ്രത്യേകത? ഒരിക്കലുമല്ല. നമ്മുടെ മുമ്പിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീഡിംഗ്സ് SOP പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2021 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് ആദ്യ ക്യാബിനറ്റിന്റെ തീരുമാനമായിരുന്നു 5 വർഷക്കാലത്തിനുള്ളിൽ നടക്കപ്പെടുന്ന കേരളപ്പിറവി ദിനത്തിന് മുന്നോടിയായി കേരളത്തെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന സംസ്ഥാനമായി മാറ്റും. ഏത് ദാരിദ്ര്യമല്ല, ഊന്നിപ്പറയുന്നു, അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തെ മാറ്റും. അപ്പോഴെന്ത് ചെയ്തു? അതിന്റെ മാനകങ്ങൾ പ്രസിദ്ധീകരിച്ചു. 2022
ജൂലൈ മാസം 16-ന് അതിന്റെ മാർഗരേഖ പ്രസിദ്ധീകരിച്ചു. മാർഗരേഖ പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം കിലയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ വിശാലവും വിപുലവുമായ ഫാക്കൽറ്റി ട്രെയിനിങ് നമ്മുടെ നാട്ടിൽ നടത്തപ്പെട്ടത്. 100 പേരിലധികം വരുന്ന സ്റ്റേറ്റ് മിഷന്റെയും 605-ലധികം വരുന്ന ജില്ലാ ആർപിറ്റെയും ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന വാർഡ് കേന്ദ്രീകരിച്ചുള്ള വിപുലമായ സമിതി. ഈ സമിതിയിൽ ആരൊക്കെ ഭാരവാഹികളായിട്ടുണ്ട്, ആരൊക്കെ ഭാഗമായിട്ടുണ്ട്? ആങ്കറുടെ ചോദ്യത്തിന്റെ ഒരു ഭാഗത്തെ കൂട്ട് ചെയ്താൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പദ്ധതി മാത്രമായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമായിരുന്നോ? അങ്ങ് ഇന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഖ്യമന്ത്രിയുടെ ആമുഖ പ്രഭാഷണത്തിന്റെ പ്രസക്തമായ ഒരു ഘട്ടത്തിൽ പറയുന്നു, ഇന്നലെ ഈ ചരിത്രത്തിന്റെ ഭാഗമായി ദിനാഘോഷം സംഘടിപ്പിക്കാൻ മുന്നിൽ നിന്നതിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധിയുടെ സ്വന്തം ജില്ലയിലെ എറണാകുളം ജില്ലാ പഞ്ചായത്താണ്. അത് നയിക്കപ്പെടുന്നത് അന്തസ്സുള്ള കോൺഗ്രസ്സുകാരാലാണ്, കേരളത്തിലെ UDF-ന്റെ നേതൃത്വത്തിലാണ്. അതുമുതൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുതൽ ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വരെ സമയം കിട്ടുമ്പോൾ എറണാകുളംകാരനായ കോൺഗ്രസ് നേതാവ് പോയി ചോദിക്കണം, നിങ്ങൾ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ എന്ത് മാങ്ങാത്തുലിയാണ്, അല്ലെങ്കിൽ എന്ത് പ്രക്രിയയാണ് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നിങ്ങളൊക്കെ ചെയ്തത്? ഇതൊക്കെ തട്ടിപ്പല്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? ചേരാനല്ലൂരെ കോൺഗ്രസ്സുകാരെ, എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കോൺഗ്രസ്സുകാരെ ഇങ്ങനെ അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്നൊക്കെ പറയാൻ? എറണാകുളത്ത് ഇപ്പോഴും പട്ടണിയില്ലേ? എറണാകുളത്ത് ഇപ്പോഴും ദാരിദ്ര്യമില്ലേ? ഇങ്ങനെ പറഞ്ഞ ഒരു നിമിഷം നമ്മൾ ചോദിച്ചത് ഈ ദാരിദ്ര്യത്തെയും അതിദാരിദ്ര്യത്തെയും ഇന്നലെ നമ്മുടെ സൂപ്പർ പ്രൈം ടൈമിൽ പങ്കെടുത്ത മന്ത്രി MP രാജേഷ് പറഞ്ഞത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമല്ല, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. അത് വേർതിരിക്കാൻ സ്വീകരിച്ച മാനദണ്ഡം എന്താണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് സർക്കാർ രേഖകളിൽ ഒരു സർക്കാർ രേഖകളിലും ഇല്ലാത്ത, അവകാശത്തിന് എവിടെ പോകണം എന്നറിയാത്ത മനുഷ്യരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായി കൊടുത്തിരിക്കുന്ന റേഷൻ കാർഡുകൾ എന്ന് പറയുന്നത് 2000-ന് പുറത്താണ്. 64,000 എന്ന് പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ ഈ റേഷൻ കാർഡ് ഉള്ളവരായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ അവർക്ക് പുതുതായി റേഷൻ കാർഡ് കൊടുക്കാതിരിക്കുന്നത്. സ്വാഭാവികമായും ഈ AY പദ്ധതിയിലടക്കം അവർ ഉൾപ്പെട്ടിട്ടുണ്ടാകുമല്ലോ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല, അല്ലാത്തവരെയും അതിദാരിദ്ര്യത്തിന്റെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. അതാണ് ചോദിക്കുന്നത്, മാനദണ്ഡം എന്താണ് എന്നുള്ളത്. രാഷ്ട്രീയം പറയട്ടെ, അതിന് രാഷ്ട്രീയമായ മറുപടി പറയാം. പക്ഷെ സാങ്കേതികമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, കണക്ക് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ മറുപടി പോരല്ലോ. തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ ചർച്ചയുടെ മുന്നോട്ട് പോക്കിനെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. ഈ കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പരിമിതമായ അറിവുകളിൽ നിന്നുള്ള 2-3 കണക്കുകൾ വിശദീകരിക്കാം. അതായത് രേഖകൾ അതിവേഗം എന്ന പദ്ധതി തന്നെ 2022-ൽ ഇതിന്റെ SOP പ്രസിദ്ധീകൃതമായതിനു ശേഷം നമ്മുടെ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കപ്പെട്ടു. 21,263 കുടുംബങ്ങൾക്കാണ് രേഖകൾ വിതരണം ചെയ്തത്. അതിൽ അങ്ങ് സൂചിപ്പിച്ച റേഷൻ കാർഡുകളുടെ എണ്ണം 2000 സൃഷ്ടമാണ് അങ്ങ് സൂചിപ്പിച്ചത്. അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് ക്ലാരിറ്റി വരുത്തേണ്ടിയിരിക്കുന്നു, ഇരിക്കട്ടെ. പക്ഷെ 21,263 രേഖകൾ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യം പ്രസക്തമായി ചോദിച്ചത് എന്താണ്? ഈ 4 ലക്ഷത്തിലധികം വരുന്ന AAY കാർഡുകൾ ഉടമകൾ ഉള്ളപ്പോ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ എന്തടിസ്ഥാനത്തിൽ നടപ്പിലാക്കി വിജയിച്ചു എന്നാണ് പറയുന്നത്? എന്താണ് ഇതിനകത്തെ പ്രത്യേകത? നമ്മുടെ നാട്ടിൽ ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്താൽ അത് പാചകം ചെയ്ത് കഴിക്കാൻ പോലും പ്രയാസം നേരിടുന്ന 2210 കുടുംബങ്ങൾ ഇതിന്റെ ഭാഗമാണ്. ആങ്കർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2210 കുടുംബങ്ങൾക്ക് 2022 മുതൽ ഈ സമയം വരെ എന്താണ് പാചകം ചെയ്ത ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയാണ്. 20,648 കുടുംബങ്ങൾക്ക് ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുന്നു. 8,438 കുടുംബങ്ങൾക്ക് പ്രത്യേക ഭക്ഷ്യക്കിറ്റ് നൽകുന്നു. ഇതെല്ലാം ചെയ്യുന്നത് അഭിമാനാർഹമായ കാര്യം തന്നെയാണ്. സർക്കാർ ഒന്നും ചെയ്തില്ല എന്നുള്ള ഒരു വാദവും ആരും ഉന്നയിക്കാൻ പാടില്ല തന്നെ. ഈ നേരത്തെ ഇപ്പോൾ അബിൻ പറഞ്ഞല്ലോ, 64,006 കുടുംബങ്ങളെ നിങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന്, നിങ്ങളല്ല സർക്കാർ, ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു എന്ന് പറയൂ, ഞങ്ങൾ കൂടെ നിൽക്കും. ഇവിടെ പോവർട്ടി ഇല്ല എന്ന് പറയുന്നതിനെ ആണ്, എക്സ്ട്രീം പോവർട്ടി ഇല്ല എന്ന് പറയുന്നതിനെയാണ് സാങ്കേതികമായി കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു 21,000 പേർക്ക് രേഖകൾ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോഴും ബാക്കിയാണ് ഈ 64,000-ൽ 21,000 പേർക്കും റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഏതാണ്ട് 10,000-40,000 പേർക്ക് അപ്പോഴും റേഷൻ കാർഡ് ഉണ്ട് എന്ന് സർക്കാർ തന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ അവർ ഈ അരിയടക്കം കൊടുക്കുന്ന പദ്ധതികളുടെ ഭാഗമായി നിൽക്കുകയാണ്. സ്വാഭാവികമായും ഇതെല്ലാം സർക്കാരിന് കൃത്യമായി വ്യക്തമാക്കാൻ കഴിയും. എങ്ങനെ? കില സമർപ്പിച്ച ആ റിപ്പോർട്ടും ഇന്നതാണ് മാനദണ്ഡങ്ങൾ. നമ്മൾ ഏറ്റവും അടിയിൽ നിൽക്കുന്ന മനുഷ്യരെ കരകയറ്റി തുടർ പ്രക്രിയയാണെന്ന് മന്ത്രി പറഞ്ഞു. അടുത്തത് നമ്മൾ മറ്റുള്ളവരെ ലക്ഷ്യം വെക്കും. ഇത് 2021 ബേസ് ഇയർ എന്ന് പറയുന്നത്. അടുത്ത വർഷങ്ങളിൽ നമ്മൾ സ്വാംശീകരിച്ച കണക്കുകളടക്കം നമ്മൾ ഇതൊരു തുടർ പ്രക്രിയയായി കൊണ്ടുപോകും എന്നുള്ളതല്ല. ഇവിടെ ഇനി എക്സ്ട്രീം പോവർട്ടി ഇല്ല എന്ന പ്രഖ്യാപനം എന്താണ് എന്നാണ് സാങ്കേതികമായി ചോദിച്ചത്. ഇടവേള